ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഇന്ന് ഇന്ത്യ തള്ളിക്കളഞ്ഞു. വെടിനിർത്തലിൽ മധ്യസ്ഥ ചർച്ച ഉണ്ടായിട്ടില്ല. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ട എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യ പാക് വെടിനിർത്തലിന് ധാരണയായത് താൻ ഇടപെട്ടതിന് പിന്നാലെയെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. സംഘർഷം അവസാനിപ്പിച്ചാൽ ഇരു രാജ്യങ്ങളുമായി വ്യാപാരം വിപുലമാക്കാമെന്ന വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ഇന്നലെയും ട്രംപ് പറഞ്ഞു. ഈ വാദങ്ങളിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യമുയരുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായും ഇന്ത്യ തള്ളി. അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുമായി ഓപ്പറേഷൻ സിന്ദൂർ വിവരങ്ങൾ പങ്കുവച്ചെങ്കിലും വെടിനിർത്തലിൽ മധ്യസ്ഥത ഉണ്ടായില്ല. Let me be clear, it was the force of Indian arms that compelled Pakistan to stop its firing. As regards conversations with other nations, the message from India was clear and consistent. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ വേണ്ട എന്ന ഇന്ത്യൻ നയത്തിൽ മാറ്റമില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം. കശ്മീരിലെ ഏക വിഷയം പാക് അധീന കശ്മീർ ഇന്ത്യക്ക് കൈമാറണം എന്നതാണ്. We have a long-standing national position that any issues pertaining to the Union territory of Jammu and Kashmir have to be addressed by India and Pakistan bilaterally. That stated policy has not changed. As you are aware, the outstanding matter is the vacation of illegally occupied Indian territory by Pakistan. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചതോടെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ സമീപിച്ചത്. പാക് ആവശ്യപ്രകാരം നടത്തിയ DGMO തല ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായി. എന്നാൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുൾപ്പെടെയുള്ള നടപടികൾ തുടരും. ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ രൂപമായ TRFനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. 24 ഡൽഹി.